എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. ഏതൊരു ബന്ധവും നിലനിർത്തുന്നതിൽ പരസ്പര വിശ്വാസത്തിനും സ്നേഹത്തിനും മനസ്സിലാക്കലിനും വലിയ പങ്കാണുള്ളത്. പരസ്പരം മനസ്സിലാക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ചില കാര്യങ്ങൾ കൂടി മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇവ ബന്ധങ്ങൾ ആരോഗ്യകരമാക്കാൻ അനിവാര്യമാണ്. ഏത് ബന്ധവും വിജയകരമാക്കാൻ ഇരു കൂട്ടരും ഒരുമിച്ച് പ്രവർത്തിക്കുക കൂടി വേണം. നിങ്ങൾ ഒരു പുതിയ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിലോ നിങ്ങളുടെ നിലവിലെ ബന്ധം വഷളാകാൻ തുടങ്ങുകയാണെങ്കിലോ നിങ്ങളെ സഹായിക്കാൻ ചില ടിപ്സുകൾ ഇനി പറയാം. ഇവ പിന്തുടരുന്നതിലൂടെ നിങ്ങളുടെ ബന്ധത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുവാനും പങ്കാളിയുമായുള്ള സന്തോഷം ഉറപ്പാക്കുവാനും കഴിയും. അതെ, നിങ്ങളുടെ പങ്കാളിയുമായുള്ള ആരോഗ്യകരമായ ബന്ധം സ്ഥാപിക്കാൻ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യകരവും ശക്തവുമായ ബന്ധം നിലനിർത്തുന്നതിന് നന്നായി സംസാരിക്കുകയും ഫലപ്രദമായി ആശയവിനിമയം നടത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. നിങ്ങൾ വളരെ തിരക്കിലാണെങ്കിൽ തന്നെ നിങ്ങളുടെ പങ്കാളിയെ സന്തോഷിപ്പിക്കാനായി കുറച്ച് സമയം മാറ്റിവെക്കുന്നതും നല്ലതാണ്. അതുപോലെ നിങ്ങൾ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പങ്കാളിയിൽ വിശ്വാസം പുലർത്തേണ്ടതും നല്ലതാണ്. ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനം പരസ്പര വിശ്വാസമാണ്. ഇത് നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീഴാതിരിക്കാൻ സഹായിക്കും. അതുപോലെ ബഹുമാനം ചിലപ്പോൾ സ്നേഹത്തെക്കാൾ പ്രധാനമാണ്. നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ല എങ്കിൽ അവർക്ക് ആ ബന്ധത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങും. ക്രമേണ ആ ബന്ധത്തിൽ പ്രശ്നങ്ങളും ഉണ്ടാകും. ഇരുവർക്കും പരസ്പരം വേണ്ട ഇടം നൽകുന്നത് ആരോഗ്യകരമായ ബന്ധത്തിന് അത്യന്താപേക്ഷിതമാണ്. ദമ്പതികളായ ശേഷം പലരും അവരുടെ പങ്കാളിയുടെ സ്വകാര്യ ഇടത്തെ ബഹുമാനിക്കുന്നില്ല. ഇത് അവരിൽ രോഷമുണ്ടാക്കുകയും അത് ബന്ധത്തിൽ വിള്ളൽ വീഴാൻ കാരണമാവുകയും ചെയ്യുമെന്ന് ഓർക്കുക. ഇനി നിങ്ങൾ മറ്റൊരാളെ സ്നേഹിക്കുന്നതിന് മുൻപ് സ്വയം സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏത് ബന്ധത്തെയും ആത്മവിശ്വാസത്തോടെയും അനായാസമായും കൈകാര്യം ചെയ്യാൻ കഴിയൂ എന്ന് ഓർമ്മിക്കുക. അതുപോലെ പങ്കാളിയെ സമാധാനിപ്പിക്കുക. പങ്കാളിയെ സന്തോഷിപ്പിക്കാനും സ്നേഹം നേടിയെടുക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവരുടെ ഏറ്റവും വലിയ സുഹൃത്തായി മാറുകയാണ് വേണ്ടത്. അവർക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിയുമെന്ന് ഉറപ്പു നൽകുക. ഇത് നിങ്ങളും പങ്കാളിയും തമ്മിലുള്ള വൈകാരിക ബന്ധം ശക്തിപ്പെടുത്തുവാൻ സഹായിക്കും. അതുപോലെ നിങ്ങളുടെ പങ്കാളിയെ പ്രശംസിക്കുക. നിങ്ങളുടെ പങ്കാളിയെ ശരിക്കും സന്തോഷിപ്പിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച മാർഗങ്ങളിലൊന്ന് അവർക്ക് ആത്മവിശ്വാസം പകർന്നു നൽകുക എന്നതാണ്. പുരുഷന്മാർക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അവർ കൂടുതൽ സന്തോഷവാന്മാരായിരിക്കും. പങ്കാളി സുന്ദരനാണെങ്കിൽ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തെ നിങ്ങൾക്ക് പ്രശംസിക്കാം. അതുപോലെ പാചക വൈദഗ്ധ്യമുള്ളയാണെങ്കിൽ ആളെങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാട്ടിയും അദ്ദേഹത്തെ പ്രശംസിക്കാം. അതുപോലെ പങ്കാളിയുടെ കഴിവുകളെയും ആത്മാർത്ഥമായ ശ്രമങ്ങളെയും അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും നിങ്ങൾക്ക് ചെയ്യാം.